ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം. ഈ ചൂട് സമയത്ത് പെട്ടെന്ന് തയ്യാറാക്കി കുടിക്കാൻ പറ്റിയ ഒരു കിടിലൻ ജ്യൂസിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ 2 ചെറുപഴം എടുത്തിട്ടുണ്ട്. ഇവിടെ അണ്ണാമ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ചെറുപഴം വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. അടുത്ത് ഞാൻ ഇതിലേക്ക് വേണ്ടത് കസ്കസാണ്. അപ്പോൾ ഞാൻ ഇവിടെ 1 സ്പൂൺ അളവിൽ കസ്കസ് കുറച്ച് വെള്ളത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ലതുപോലെ കുതിർന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കസ്കസ് നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അത് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഞാൻ ഇവിടെ 2 ചെറുപഴം ഇവിടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഈ ചെറുപഴത്തിന് പകരം റോബസ്റ്റ് പഴം വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ചെറുപഴം കട്ടി കുറച്ചാണ് അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കട്ടി കുറച്ച് അരിഞ്ഞിടുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നല്ലതുപോലെ അത് അരച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ ചെറുപഴവും ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ജ്യൂസാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ജ്യൂസാണ് കേട്ടോ. ഈ ചൂട് സമയത്തൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ക്യാരറ്റ് നല്ലതുപോലെ വേവിച്ച് നല്ല സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ്, ഞാൻ ഇവിടെ കുറച്ച് അളവിൽ മാത്രമേ ജ്യൂസ് തയ്യാറാക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കപ്പലണ്ടിക്ക് പകരം ഈന്തപ്പഴം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു ഹോർലിക്സിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പാലും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. നമ്മൾ കുറച്ച് പാല് ചേർത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ജ്യൂസ് ഇവിടെ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി പാലും കൂടി ചേർത്ത് കൊടുത്ത് ഞാൻ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ചെറുപഴവും ക്യാരറ്റും ഒക്കെ കൊണ്ടുള്ള ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതൊക്കെ കുടിക്കാൻ. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണം കേട്ടോ. ഈ ചൂട് സമയത്തൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ജ്യൂസാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങൾ വെച്ച് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കിടിലൻ ജ്യൂസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കസ്കസ് കുതിർത്തതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അല്ലാതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.